ഓക്കെ, ഞാൻ ചേർന്നപ്പോൾ തന്നെ ഇവിടുന്ന് എനിക്കാണെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മന്ത് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെൻ്റ് ആക്കി ഇവിടുന്ന് തന്നെ കൊടുക്കുമെന്നും. പക്ഷേ ഞാനിങ്ങനെ 6 മന്ത് അത് അന്ന് ഇതായിട്ട് തന്നെ എനിക്കാണെങ്കിൽ പ്ലേസ്ഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു ഇതുണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ചെന്നൈ വിൻസ്റ്റാർ എന്ന് പറയുന്നൊരു എൻറ്റിറ്റി കമ്പനിയിലാണ് എനിക്ക് പ്ലേസ്ഡ് ആയത്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് റിലയൻ്റ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ സർട്ടിഫിക്കേഷൻസിലാണെങ്കിലും കുറച്ചും കൂടെ ഒരു ഇതായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ റിവ്യൂ, അപ്പോൾ ആ റിവ്യൂ വെച്ചിട്ടാണ് ഞാനിവിടെ അഡ്മിഷൻ എടുത്തത്. എൻ്റെ പേര് റോബിൻ ഗീസി. ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ്. ഞാൻ റിലയൻറ്റിൽ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു 6 മന്ത് ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എടുക്കാൻ തീരുമാനിച്ചത്. ഡിഗ്രി എടുക്കാതെ ഇതെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ 6 മന്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ജോലി, അതുപോലെ തന്നെ ഈ ജോലി വരുന്നത് തന്നെ റിഗിൽ, ഷിപ്പ് യാർഡിൽ, അങ്ങനത്തെ ജോലിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാനത് എടുത്തത്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് റിലയൻ്റ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ റിലയൻ്റ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, സർട്ടിഫിക്കേഷൻസിലാണെങ്കിലും കുറച്ചും കൂടെ ഒരു ഇതായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ റിവ്യൂ, അപ്പോൾ ആ റിവ്യൂ വെച്ചിട്ടാണ് ഞാനിവിടെ അഡ്മിഷൻ എടുത്തത്. ഫസ്റ്റ് ഡേ വരുമ്പോൾ തന്നെ എനിക്ക് ഓയിൽ ആൻഡ് ഗ്യാസിനെ പറ്റി വലിയ വലിയ ധാരണയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെ NDT, QA/QC, ഡ്രില്ലിങ്, അങ്ങനെ പല പല ഇതുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. സാറാണെങ്കിൽ പഠിപ്പിക്കുന്നതെല്ലാം നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന ക്ലാസ്സിന് പുറമേ തന്നെ ലാംഗ്വേജ് ഇതാവാനുള്ള ക്ലാസ്സും ഇൻ്റർവ്യൂ സ്കിൽസും അതെല്ലാം ഈ ക്ലാസ് എല്ലാം ഇവിടെയാണ് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂയും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു.